മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ നിത്യഹരിത നായകൻ എന്ന വിശേഷണം സ്വന്തമാക്കിയ അതുല്യ നടനാണ് പ്രേം നസീർ. ചിറയിൻകീഴിൽ അബ്ദുൾ ഖാദർ എന്ന പേരിൽ ജനിച്ച അദ്ദേഹം മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായും ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായ നടൻ എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് ജേതാവായും അറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ ചിറയിൻകീഴിൽ 1920കളുടെ അവസാനത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ തന്നെ നാടകങ്ങളിൽ സജീവമായിരുന്ന അബ്ദുൾ ഖാദറിന് സിനിമയിലേക്കുള്ള വഴി തുറന്നത് 1951 ത്യാഗ് സീമ എന്ന ചിത്രത്തിലൂടെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ വിശപ്പിന്റെ വിളിയുടെ സെറ്റിൽ വെച്ച് നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ നൽകിയ പ്രേം നസീർ എന്ന പേരാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര ലോകത്ത് അനശ്വരത നൽകിയത്. 1950കൾ മുതൽ ഏകദേശം 4 പതിറ്റാണ്ടോളം മലയാള സിനിമയെ അടക്കിവാണ താരമായിരുന്നു നസീർ. 700-ൽ അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ച് അദ്ദേഹം ലോക റെക്കോർഡ് സ്വന്തമാക്കി. കൂടാതെ നായിക ഷീലയോടൊപ്പം 130-ൽ അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിലും അദ്ദേഹം ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ഒരേ വർഷം 1973, 1977, 30 ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. റൊമാന്റിക് നായകനായും ചരിത്ര കഥാപാത്രമായും ഹാസ്യനടനായും സ്വഭാവ നടനായും അദ്ദേഹം പകർന്നാടിയ വേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിലെ ഭ്രാന്തൻ വേലായുധൻ പോലുള്ള വേഷങ്ങൾ അദ്ദേഹത്തിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്തി. വടക്കൻ പാട്ടുകളിലെ ധീരനായ ചന്തു എന്ന കഥാപാത്രത്തിന് അദ്ദേഹം ജീവൻ നൽകിയത് പ്രേക്ഷകർക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ദൃശ്യാനുഭവമാണ്. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീയും 1972 പത്മഭൂഷണും 1983 നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും എളിമയും സമാനതകളില്ലാത്ത പ്രൊഫഷണലിസവും ആണ് പ്രേം നസീറിനെ മലയാള സിനിമയുടെ നിത്യഹരിത നായകനായി നിലനിർത്തിയത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മലയാളികൾക്ക് എന്നും ആവേശമാണ്.